ഇത്ര നല്ലൊരു ക്രൂവിൻ്റെ ഒപ്പം തന്നെ വർക്ക് ചെയ്യാൻ പറ്റി വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ പിന്നെ കുമ്പളങ്ങ നൈറ്റ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഹോം ചെയ്തു ഞാൻ. അത് കഴിഞ്ഞിട്ട് ചെയ്ത പടമാണ് ലവ്ലി. അപ്പോൾ ഈ ക്രൂവിൻ്റെ ഒപ്പം തന്നെ മാത്യുവിൻ്റെ ഒപ്പം തന്നെ അഭിനയിക്കാൻ പറ്റി എനിക്ക് നല്ലൊരു കംഫോർട്ടായിരുന്നു. പിന്നെ ആഷിക്കേട്ടൻ ക്യാമറ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാവരും ഉണ്ടായി, കൂളായിരുന്നു. അപ്പം ഞാനും സെയിം. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കഥ എന്ന് പറഞ്ഞാൽ, ഞാൻ സെറ്റിൽ ഇങ്ങനെ എന്റെ റോളിനെ കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കിയായിരുന്നു. അതായത് ഷൂട്ട് കഴിയാറായി, ഏറ്റവും ലാസ്റ്റത്തെ ഘട്ടം. അപ്പൊ ഞാൻ ദിലീഷേട്ടനോട് ഇങ്ങനെ ഒരു കാറിൽ പോണ വഴി, ചേട്ടാ എന്റെ കുടുംബ പശ്ചാത്തലമൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു കുറെ അനാവശ്യ ചോദ്യം ചോദിക്കായിരുന്നു. അപ്പൊ ദിലീഷേട്ടൻ പറഞ്ഞു, നിനക്ക് ആകെ 2 സീനുകൾ അഭിനയിച്ചിട്ട് പെട്ടെന്ന് പോടാ ചോദ്യം ചെയ്യും. അപ്പം ഭയങ്കര എൻജോയ് ചെയ്തൊരു ഷൂട്ടാണ്. അപ്പം ഭയങ്കര ഭാഗ്യം എന്ന് വെച്ചാൽ ഞാനിപ്പോ അഭിനയിച്ച പടക്കളം എന്ന് പറഞ്ഞൊരു സിനിമയും തിയേറ്ററുകളിലുണ്ട്. അപ്പൊ അതേ സമയത്ത് മറ്റൊരു സിനിമയും കൂടെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ആസ് എൻ ആക്ടർ. അപ്പം പ്രത്യേകിച്ച് ഒരു 3D സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിനി ഭാവിയിലേക്കൊക്കെ പറയാലോ നമ്മളൊരു 3D പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അത്രയും ഭയങ്കര സന്തോഷം തോന്നുന്നു ഒരു ടെക്നിക്കലി ഇത്ര അഡ്വാൻസ് ആയിട്ടൊരു പടത്തിന്റെ ഭാഗമാവുകയും. ബാക്കി നിങ്ങൾ പറയുന്നതാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു പടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വിഷ്വല് എങ്ങനെ തോന്നി, 3D എഫക്ട്സും സാധനങ്ങൾ എങ്ങനെ തോന്നി എന്നറിയാനും നമുക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. സോ